കേട്ടതെല്ലാം സത്യമോ? മോസ്റ്റ് വയലന്റ് ഫിലിം തന്നെയോ മാർക്കോ? വയലൻസ് ആയാൽ ഇങ്ങനെ വേണം. മാർക്കോ ഹിറ്റാകുമെന്ന് പറഞ്ഞ് ഹിറ്റായി, അതും ഡബിൾ ഹിറ്റ്. കൊടൂര വയലൻസോ മാർക്കോ? ഇങ്ങനെയൊക്കെയാണ് മാർക്കോയുടെ വിശേഷണങ്ങൾ. ഓപ്പണിംഗ് ദിനത്തിൽ മികച്ച കളക്ഷൻ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ. ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന വയലൻസ് രംഗങ്ങളാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആകെ 31 കോടി മുതൽ മുടക്കിൽ പുറത്തിറക്കിയ സിനിമയ്ക്ക് ആദ്യ ദിവസം കൊണ്ട് മുടക്കുമുതലിന്റെ 3 തിരിച്ചുപിടിച്ച് മലയാള സിനിമയിലെ ബാക്കബിൾ സ്റ്റാറായി കഴിഞ്ഞു ഉണ്ണി മുകുന്ദൻ. വയലൻസ് കൊടുമ്പിരി കൊണ്ട മാർക്കോ റിലീസ് ദിവസം ലോകമെമ്പാടും നേടിയ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 10 കോടിക്ക് മുകളിലാണ് മാർക്കോയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഹനീഫ് അത്തേനി സംവിധാനം ചെയ്ത മിഖായൽ എന്ന സിനിമയുടെ സ്പിൻ ഓഫാണ് മാർക്കോ. മിഖായലിലെ വില്ലനെ നായകനാക്കി മാറ്റിയെടുത്ത ചിത്രമാണ് മാർക്കോ. സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ വയലൻസ് ചിത്രം കൂടിയാണിത്. ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫറായ കലൈ കിങ്സനാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള ആക്ഷൻ ത്രില്ലർ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും ടോപ്പിലാണ് മാർക്കോ. 30 വർഷത്തിനിടെ ഇതുപോലൊരു പടം കണ്ടിട്ടില്ലെന്നാണ് തമിഴ് പ്രേക്ഷകരുടെയും പ്രതികരണം. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ തന്നെ ഇന്നേ വരെ കാണാത്ത വയലൻസ് രംഗങ്ങളുമായാണ് മാർക്കോയുടെ വരവെന്നാണ് വിലയിരുത്തൽ. ഹോളിവുഡ് സ്റ്റൈലിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചില സീനുകൾ കാണുമ്പോൾ അറിയാതെ ഞെട്ടിപ്പോകും. കണ്ണു തുറന്ന് കാണാൻ പോലും പറ്റാത്ത അത്രയധികം വയലൻസ് ചിത്രത്തിലുണ്ട്. നല്ല കഥ പറയുന്ന സിനിമയാണിത്. ഇമോഷണൽ സീനുകളും ഒരുപാടുണ്ടെന്നും ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന വയലൻസ് രംഗങ്ങളുമായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. 2 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.